ഗൈസ് നമസ്കാരം, സെലൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വൈൻഡറിൽ ഒരു അടിപൊളി തൂക്കുവാലുണ്ടെന്ന് പറഞ്ഞിട്ട് തൂക്കുവാലം ഉണ്ടായിട്ട് കുറേ കാലമായി. പക്ഷെ അത് ഈ നമ്മുടെ ഫ്ലഡ് വന്ന സമയത്തൊക്കെ അത് നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് പുനർക്രമീകരണം നടത്തിയിട്ട് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. ഒരുപാട് ആളുകളൊക്കെ അവിടെ വന്ന് ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ അതുപോലെ അവധി ദിവസങ്ങളിലൊക്കെ വന്നിരുന്ന് എന്താ പറയുക അടിപൊളിയായിട്ട് ഫ്രീ ടൈമിൽ അവർ എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളവിടെ പോയിട്ടില്ല. പക്ഷേ എങ്കിൽ അങ്ങോട്ട് പോകുന്ന വഴിയിൽ നമ്മുടെ ഈ വെണ്ണൂർ വഴി ഇങ്ങനെ അങ്ങോട്ട് വൈന്തലയ്ക്ക് പാസ് ചെയ്യുന്ന സമയത്ത് കണ്ടൊരു പ്രകൃതി ഭംഗിയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇവിടെ അടിപൊളി പ്ലേസ് അല്ലേ? പ്ലേസ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നമ്മൾ വേറൊരു സ്ഥലത്ത് ചെന്നൊരു മൂടല്ലേ. കാരണം വെച്ചാൽ ഒരുപാട് നെൽവയലുകളും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പശുക്കളെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മേത്ത് കാക്കകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. പക്ഷേ അതൊരു നൊസ്റ്റാൾജി കേട്ടോ പറഞ്ഞെന്നുള്ളൂ. അതുപോലെ അത് ഒരു അടിപൊളിയായിട്ട് ഇങ്ങനെ എന്താ പറയുക അരുവി ഒഴുകുന്ന പോലത്തെ ഒരു കിട്ടില്ല തടാകം. നോക്കിയേ, കിട്ടില്ല സംഭവം. അടിപൊളിയാണ്. നോക്കിയാൽ ആ ഒരു ഭംഗി നിങ്ങൾ കണ്ട അവസ്ഥ നോക്കി. എങ്ങനെ എടുക്കില്ല സ്ഥലമല്ലേ? ജസ്റ്റ് ഒന്ന് ഞാനിതിൽ പോയപ്പോൾ ഇത് ഒരു ഭംഗി തോന്നി കാരണം മാത്രം ജസ്റ്റ് ഒന്ന് എടുത്ത് എന്താ പറയുക വീഡിയോ എടുത്ത് തന്നാട്ടോ. വേറെ അതിനകത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ആ വൈന്തലയിലുള്ള വലിയ തൂക്കുപാലത്തിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമുക്ക് തൂക്കുപാലത്ത് ചെന്നിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ സമയം പോകാൻ അറിയില്ല. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇരുട്ടായി പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പദ്ധതിയും പൊളിയും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ തൂക്കുപാലത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. പോണ വഴിയിൽ ഇതുപോലെയുള്ള നല്ല വിശേഷങ്ങളുണ്ടെങ്കിൽ ഇനിയും കാണിച്ചു തരുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ തൂക്കുപാലത്തിൽ ചെല്ലുമ്പോൾ ഇരുട്ടാവുമെന്ന് അറിയില്ല. എന്നാലും വേണ്ടില്ല, നമുക്ക് പോവാം. ഓക്കെ. വൈന്തലയ്ക്കുള്ള യാത്രയിലുണ്ട് പേരിൽ നമ്മളിപ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ച് നിയമങ്ങളൊക്കെ കറക്റ്റായിട്ട് പാലിച്ചിട്ടാണ് യാത്ര. അപ്പോൾ നമുക്കിനി വൈന്തല ചെന്നിട്ട് കാണാം. ഇത് പോണ വഴിയെങ്കിലേ അടിപൊളിയാണ്. നല്ലൊരു എന്താ പറയുക പറഞ്ഞപ്പോൾ നല്ലൊരു വലിയൊരു കട്ടറിയാടി. എന്നാലും അടിപൊളിയാണ്. അതേ ഒരു ചേട്ടൻ നോക്കി സൈഡിൽ നല്ല അടിപൊളിയായിട്ട് വേലിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാ അടിപൊളി പൊളി. ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മുടെ വൈന്തലയിലുള്ള തൂക്കുപാലം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൂക്കുപാലത്തിലേക്ക് പോവാം. ഇപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. കാരണം ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. പാലം അടിപൊളിയാക്കിയിട്ടുണ്ട്. വാ നമുക്ക് പാലം കണ്ടിട്ട് വരാം. ഞായറാഴ്ച എൻ്റെ പേരിൽ ഒരുപാട് ആളുകളുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ അത് മാത്രമായിട്ട് ഇതിൻ്റെ അടിയിലൊരു ബോട്ട് സർവീസ് ഉണ്ട്. അതെന്താണ് സംഭവം നമുക്ക് ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനോട് നമുക്ക് ചോദിക്കാം. കാരണം അടിയിലൂടെ ബോട്ട് എന്താണ് സംഭവം നോക്കുക. കാണുന്ന റോപ്പ് ഉണ്ടല്ലോ, ഇതുണ്ടോ നോക്കി. ഈ സംഭവത്തിന് വേണ്ടി പാലം മൊത്തമായിട്ട് നിൽക്കണത്. കാരണം ഇത് എനിക്ക് തോന്നുന്നു എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ ഈ ഒരു വലിയ രണ്ട് റോപ്പാണത്, കേബിള്. ആ കേബിളുമേണ് ഈ സംഭവം ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇത് 4 കേബിളുണ്ടല്ലോ ശരിക്കും. ഇത് നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്ന വെച്ചാൽ ചാലക്കുടി പുഴയുണ്ട. സംഭവം അടിപൊളിയാണ്ടോ. നല്ലൊരു എന്താ പറയുക അല്ലേ, ഒരു ടൈം പാസ്സാണ്. ഞായറാഴ്ച ദിവസമൊക്കെ ഒഴിവ് ദിവസങ്ങളൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമുണ്ട്. ഞാൻ ഈ പാലത്തിൻ്റെ ഒരു പണി എന്ന് പറയുന്നത് ഈ റോപ്പിലിങ്ങനെ എന്താ പറയുക ലോക്ക് ചെയ്ത് പോയേക്കണതിൻ്റെ പേരിലാണ് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് ഇങ്ങനെ ഒരു എന്താ നമുക്ക് നടക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഫീൽ വരുന്നത്. ഒരു ആടി പോവുക. എന്തായാലും ഞാൻ ഓക്കെ ഞങ്ങൾ ഇത് കടന്നിട്ട് എവിടേക്കാണ് നമ്മൾ പോകുന്നത്? കടുരി.
അല്ല ഞങ്ങൾ ഈ പാലം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് നിന്നിട്ട് അടുത്ത കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ കേസ് നമ്മൾ വൈന്തലയിൽ നിന്ന് ചാലക്കുടി പുഴ കടന്നിട്ട് നമ്മൾ കാടുകുറ്റിയിൽ എത്തിയേക്കണം. പക്ഷെ കാടുകുറ്റിയിൽ എത്തിയത് മാത്രമല്ല, അതിന് തൊട്ടുപുറത്ത് നമ്മുടെ ഈ ചാലക്കുടി പുഴയുടെ അടിപൊളി ഒരു ദൃശ്യമുണ്ട്. അത് വേണമെങ്കിൽ കാണിച്ചു തരാം. വാ. അപ്പോൾ ഗൈസ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വൈന്തല കാടൂരിക്കിടയിലുള്ള തൂക്കുപാലത്തിൻ്റെ റിവ്യൂ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്നവരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ